ഈ പാട്ട് കേൾക്കുന്നത് ഒരു മാസം മുമ്പ് 320 രൂപയ്ക്ക് മേടിച്ചൊരു ഓഡിയോ പ്ലെയർ പാനലിൽ നിന്നായിരുന്നു. അന്ന് വീഡിയോ ചെയ്തപ്പോൾ മൈക്ക് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അത് വീഡിയോ ആയിട്ടൊരെണ്ണം ചെയ്തേക്കാന്ന് ഓർത്ത് ചെയ്തതാണ്. ഞാനിപ്പോൾ മൈക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത് ബോയയുടെ ഒരു മൈക്കായിരുന്നു. പക്ഷേ ഇതിന്റെ 3.5mm ജാക്ക് ആയിരുന്നു. ഈ മൈക്ക് ഞാൻ കൂടുതലും വീഡിയോയ്ക്ക് വോയിസ് ഓവർ ഒക്കെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യണമായിരുന്നു. 3.5mm ജാക്ക് ആയതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു അഡാപ്റ്റർ കൂടി ഇട്ടിട്ടാണ് നമ്മുടെ ഓഡിയോ പ്ലെയർ പാനലിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ പാനൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലാപ്ടോപ്പിന്റെ 19 വോൾട്ടിന്റെ 3.42 ആംപിയറിന്റെ അഡാപ്റ്ററാണ്. മൈക്ക് കണക്ട് ചെയ്തപ്പോൾ കിടിലൻ സൗണ്ട് ആയിരുന്നു. നമുക്ക് കരോക്കെ പാട്ട് നമുക്ക് നല്ലതാണ്. എക്കോളിയല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ പാനലിലെ വോളിയം, ബാസ്, ട്രിബിൾ, മൈക്കിന്റെ വോളിയം, എക്കോ ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ റിമോട്ട് വേണം, അല്ലെങ്കിൽ എൻകോഡർ ഇതിൽ ഫിറ്റ് ചെയ്യണം. ഈ പാനൽ ഞാൻ തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു. വാങ്ങിയപ്പോൾ റിമോട്ട് ഒന്നും കിട്ടിയില്ലായിരുന്നു. നമ്മൾ എക്സ്ട്രാ വേറെ വാങ്ങണം. ഈ പാനൽ 12 മുതൽ 24 വോൾട്ടിൽ വരെ വർക്ക് ചെയ്യും. 24 കൊടുത്താലാണ് ഫുൾ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഈ പാനലിലുള്ള ആംപ്ലിഫയർ 100 വാട്ട്സിന്റെ ആയിരുന്നു. ഇതിന് ആകെയുള്ള പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ള ഇതിൽ അനൗൺസ്മെന്റ് ഉണ്ട്. പഴയ സ്പീക്കർ ബോക്സ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഒന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടി പിടിക്കാൻ നല്ലതാണ്. കരോക്കെ ഒക്കെ ഉള്ളതുകൊണ്ട്. പഴയ ലാപ്ടോപ്പിന്റെ അഡാപ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്താലും മതി. ഇതിന് പവർ അഡാപ്റ്റർ ആയിട്ട്. പണ്ടൊക്കെ സ്വന്തമായിട്ടൊരു ആംപ്ലിഫയർ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയത് ഉണ്ടാക്കി എടുക്കണമെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരെണ്ണം വാങ്ങി വെച്ചാൽ അത്യാവശ്യം നമുക്ക് പാട്ട് കേൾക്കാനൊക്കെ യൂസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.